കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പ് പാർട്ടിയെ വിഷമത്തിലാക്കിയെന്ന് CPIM തൃശൂർ ജില്ലാ സമ്മേളനത്തിന്റെ പ്രവർത്തന റിപ്പോർട്ട്. കരുവന്നൂരിലുണ്ടായ ക്രമക്കേട് നീതീകരിക്കാനാകാത്തതാണ്. സഹകരണ സ്ഥാപനങ്ങളുടെ വിശ്വാസ്യതയെ തന്നെ കരുവന്നൂർ വിഷയം ബാധിച്ചുവെന്നും റിപ്പോർട്ടിൽ പരാമർശം. ടേം വ്യവസ്ഥ തൃശൂർ മേയർ MK വർഗീസ് ലംഘിച്ചുവെന്നും പ്രവർത്തന റിപ്പോർട്ടിൽ പരാമർശമുണ്ട്. സൂരജ് സജി വിവരങ്ങളുമായി തൃശൂരിൽ നിന്ന് ചേരുന്നുണ്ട്. സൂരജ്, പാർട്ടി വലിയ രീതിയിൽ പ്രതിരോധത്തിലായ വിഷയമാണ്. മുതിർന്ന നേതാക്കളിലേക്കടക്കം, പ്രധാന നേതാക്കളിലേക്കടക്കം അന്വേഷണം നീളുന്നത്, EDയുടെ എൻട്രി, പിന്നീട് തിരഞ്ഞെടുപ്പ് കാലത്ത് സജീവ ചർച്ചയാവുന്നത്, തിരഞ്ഞെടുപ്പിലുണ്ടായ തിരിച്ചടി, അങ്ങനെ കരുവന്നൂർ വിഷയത്തെ പ്രവർത്തന റിപ്പോർട്ട് വിശദീകരിക്കുന്നത് എങ്ങനെയാണ് സൂരജ്? TK, കരുവന്നൂരിലുണ്ടായ ഗുരുതരമായ വീഴ്ച അത് പ്രവർത്തന റിപ്പോർട്ടിലും അതിരൂക്ഷമായി തന്നെ അവതരിപ്പിക്കുകയാണ് ജില്ലാ സെക്രട്ടറി ആയിട്ടുള്ള MM വർഗീസ്. അല്പസമയം മുമ്പ് അവതരിപ്പിച്ച പ്രവർത്തന റിപ്പോർട്ടിലാണ് ഈ കരുവന്നൂർ വിഷയത്തിൽ അതീവ ഗുരുതര വിമർശനങ്ങളുള്ളത്. അതിൽ ചൂണ്ടിക്കാണിക്കുന്ന ഒരു തരത്തിലും നീതീകരിക്കാനാകാത്ത നടപടിയാണ് കരുവന്നൂരിൽ ഉണ്ടായതെന്ന് ഈ റിപ്പോർട്ടിൽ പറയുന്നു. അത് ഈ സഹകരണ സ്ഥാപനത്തെ മാത്രമല്ല, മറ്റിടങ്ങളിലെ സഹകരണ സ്ഥാപനത്തിന്റെ വിശ്വാസ്യതയടക്കം ഈ ക്രമക്കേട് ബാധിച്ചു എന്നുള്ളത് പറയുന്നു. ഇത് സംബന്ധിച്ചുള്ള ഒരു പ്രതിസന്ധി അത് പാർട്ടിക്കുള്ളിൽ വലിയ രീതിയിൽ രൂപപ്പെട്ടു. അത് കരുവന്നൂരിലെ പാർട്ടിയെ മാത്രമല്ല, ജില്ലയിലെ ആകെയുള്ള പാർട്ടിയെ പ്രതിസന്ധിയിലാക്കുന്ന ഒരു നടപടിയാണ് ഈ കരുവന്നൂരിലെ ക്രമക്കേടിലൂടെ ഉണ്ടായത് എന്നുള്ളതാണ് ജില്ലാ സെക്രട്ടറി അവതരിപ്പിച്ച റിപ്പോർട്ടിൽ പറയുന്നത്. അതോടൊപ്പം തന്നെ ഈ കുട്ടനെല്ലൂർ ബാങ്കിലുണ്ടായ ക്രമക്കേടും അതും പാർട്ടിയെ വല്ലാതെ ബാധിച്ചു. അതിന്റെ പേരിൽ ജില്ലാ കമ്മിറ്റി അംഗത്തിനെതിരെ വരെ നടപടിയെടുത്തു എന്നുള്ളതാണ് ഈ റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ സഹകരണ സംഘങ്ങളിലെ പ്രവർത്തനങ്ങൾ സംബന്ധിച്ച് ഓരോ ഘടകവും കൃത്യമായ വിലയിരുത്തലുകൾ നടത്തണം, നിരീക്ഷണങ്ങൾ നടത്തണം എന്നുള്ള ഒരു മുന്നറിയിപ്പ് കൂടി ഈ റിപ്പോർട്ടിന്റെ ഭാഗമായി ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ തൃശൂർ മേയർക്കെതിരെയും ഗുരുതരമായ പരാമർശമാണുള്ളത്. LDF ഈ ഭരണം പിടിച്ചെടുക്കുന്ന സമയത്ത്, തൃശൂർ കോർപ്പറേഷനിൽ MK വർഗീസിലൂടെ ഭരണം പിടിച്ചെടുക്കുന്ന സമയത്ത് ഒരു ടേം വ്യവസ്ഥ മുന്നോട്ട് വച്ചിരുന്നു. അത് 2.5 വർഷം MK വർഗീസിനും പിന്നീടുള്ള സമയത്ത് CPM-നും എന്നുള്ളതായിരുന്നു ഈ ടേം വ്യവസ്ഥ. പക്ഷേ ഈ ധാരണ MK വർഗീസ് ലംഘിച്ചു എന്നതുകൂടി ഈ റിപ്പോർട്ടിന്റെ ഭാഗമായുള്ള വിമർശനത്തിൽ CPM ഉൾപ്പെടുത്തുന്നുണ്ട്. TK. സൂരജ് സജി തൃശൂരിൽ നിന്ന് വിശദാംശങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു.